ഇനി നമ്മൾ വിഷു ആണെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ അതൊന്നും വിടാൻ പറ്റില്ലല്ലോ. നിലമ്പൂരിൽ പിണറായി സത്തിനെതിരായ വിധിയെഴുത്താകുമെന്ന് PV അൻവർ. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് UDF ആണ്. മോശപ്പെട്ട സ്ഥാനാർത്ഥി തീരുമാനം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. മുന്നണി പ്രവേശനം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായേക്കുമെന്നും PV അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിലമ്പൂരിൽ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ മുന്നണികളും. ഇപ്പോൾ നിലമ്പൂരിലെ മുൻ MLA PV അൻവർ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് നിലമ്പൂരിലെ അവസാന തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്താണ് ഒരുക്കങ്ങൾ? എല്ലാവരും ആ പ്രതീക്ഷയിലാണ്. പ്രഖ്യാപനം വന്ന ഉടനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമാകും. ഇപ്പം തന്നെ സജീവമാണ്. അതൊരു എന്താ പറയുക, ഇലക്ഷൻ പ്രഖ്യാപനം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ആ ഇമ്പാക്റ്റിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് UDF. ഒരു ആൻറ്റി പിണറായി ട്രെൻഡ് മൊത്തത്തിൽ കേരള സംസ്ഥാനത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഊർജം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരാൻ സാധ്യത. പിണറായിസത്തിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവിടെ സമാഹരിക്കേണ്ടത് കേരളത്തിലെ UDFൻ്റെയും ജനങ്ങളുടെയും ആവശ്യമാണ്. ഇന്ന് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാം വട്ടം എന്ന നെറേറ്റീവിൻ്റെ വസ്തുത ഈ തെരഞ്ഞെടുപ്പിൽ വെളിവാക്കപ്പെടും. രാഷ്ട്രീയമായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം, ആര് സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനമെടുക്കാനുള്ള ശേഷി കോൺഗ്രസിനും UDFനും ഉണ്ടല്ലോ. അവർ തീരുമാനം എടുത്തു വരട്ടെ. അല്ല, ഏത് തെരഞ്ഞെടുപ്പിലും ഒരു സ്ഥാനാർത്ഥി വളരെ പ്രധാനമായ ഘടകമാണല്ലോ. രാഷ്ട്രീയത്തിനൊരു വോട്ടുണ്ട്, സ്ഥാനാർത്ഥിക്കൊരു വോട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ വോട്ടും സ്ഥാനാർത്ഥിയുടെ വോട്ടും ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ഈ വലിയ ഭൂരിപക്ഷം വരുന്നത്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവർ സർവേകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം വെച്ച് അനലൈസ് ചെയ്തിട്ട് UDF ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം ഏതാണോ അതായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലേക്കാണ് കടക്കുന്നത്. അതിനോടൊപ്പം തന്നെ മുന്നണി പ്രവേശനം കൂടി സാധ്യമായി UDFനൊപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് PV അൻവറും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. നിലമ്പൂരിൽ കളം നിറയുകയാണ് മുന്നണികൾ. ഇടഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. മുതിർന്ന നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തുമായി സംസാരിക്കും. നിലവിൽ ഷൗക്കത്ത് അനുനയ നീക്കത്തോട് വഴങ്ങിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം നിലമ്പൂരിൽ PV അൻവറിനെതിരെ പട നയിക്കാനാണ് CPIM തീരുമാനം. അൻവറിന്റെ രാജി നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥിയായി സ്വതന്ത്രരെ എത്തിക്കാനാണ് CPIM നീക്കം. വിവരങ്ങളുമായി R റോഷിപാലും അഷ്കർ അലി കരിമ്പയും മുബഷിർ P അക്ബറും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. റോഷിപാൽ, ആര്യാടൻ ഷൗക്കത്ത് അങ്ങ് അനുനയത്തിന് വഴങ്ങുമോ? നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് അത്രയും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. എങ്ങനെ പോകുന്നു അനുനയ നീക്കങ്ങൾ? സുജയ പാർവതി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ മനസ്സിലാക്കിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ് പോകുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന്റെ രാജിയും അവിടെ അനുകൂലമായ സാഹചര്യം, ഒന്ന് നിലമ്പൂർ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. അതുകൊണ്ട് തന്നെ 2 സർവേകൾ, അത് ഹൈക്കമാൻഡ് തന്നെ മുൻകൈയെടുത്താണ് 2 സർവേകൾ മണ്ഡലത്തിൽ നടത്തിയത്. ആ സർവേകളുടെ ഫലം VS ജോയിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിച്ച് മാത്രമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. കാര്യങ്ങൾ ഈ ആര്യാടൻ ഷൗക്കത്തിനെ ബോധ്യപ്പെടുത്തും, എന്നിട്ടായിരിക്കും പ്രഖ്യാപനം. അതിന് മുന്നോടിയായി പ്രാഥമികമായി നേതാക്കളൊക്കെ ആര്യാടൻ ഷൗക്കത്തുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തുമായി ആശയവിനിമയം നടത്തും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ശക്തമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഒരു ഭാഗത്തുണ്ട്. AP അനിൽകുമാർ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അനിൽകുമാറിനാണ് മണ്ഡലത്തിന്റെ ചുമതല നൽകിയത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അനിൽകുമാറിനൊപ്പം 2 KPCC ഭാരവാഹികൾ കൂടിയുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി വരും. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുതിർന്ന നേതാക്കൾ, അത് MLA-മാർ MP-മാർ അടക്കം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്ഥാനാർത്ഥിക്കായുള്ള സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കണം. അഷ്കർ അലി കരിമ്പ, ഗുഡ് മോർണിംഗ്. PV അൻവറിന്റെ നീക്കം എന്താണ്? PV അൻവർ VS ജോയിയുടെ പേര് നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. ആ ഒരു പ്രഷർ അത് UDFൽ ഉണ്ടോ ഇപ്പോൾ?
പ്രത്യക്ഷമായി BS ജോയി അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് എന്നുള്ള പേരുകളിലേക്ക് പറയാൻ ഇപ്പോൾ PV അൻവർ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസും UDF ചേർന്ന് തീരുമാനിക്കട്ടെ, അതിനുള്ള തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി അത് കോൺഗ്രസും UDF നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷേ പരോക്ഷമായി UDF നേതാക്കൾക്ക് മേൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം PV അൻവർ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉള്ളറകളുടെ രാഷ്ട്രീയം പറയുന്നത്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് BS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്നത്. അതല്ലാത്ത പക്ഷം അത് കാര്യമായി തന്നെ ഭൂരിപക്ഷത്തിനും ഒരുപക്ഷെ ജയപരാജയങ്ങളും ഒക്കെ തന്നെ സ്വാധീനം ചെലുത്തുമെന്നാണ് PV അൻവർ ഉയർത്തുന്നത്. അത്തരമൊരു നിലപാടും ആശങ്കയും PV അൻവർ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും പലതവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. BS ജോയിക്ക് വേണ്ടി ഒരു ശക്തമായ സമ്മർദ്ദ ശക്തിയായിക്കൊണ്ട് PV അൻവർ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അപേക്ഷ അഥവാ UDFിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ഇപ്പോഴും UDFിൽ പരിഗണനയ്ക്ക് വേണ്ടി കാത്തു കിടപ്പുണ്ട്. അതിൽ കൂടി തീരുമാനം വരണമെന്നുള്ള നിലപാട് കൂടി PV അൻവറിനുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഔദ്യോഗികമായിട്ടുള്ള അതിലൊരു പ്രഖ്യാപനം, PV അൻവറിന് മുന്നണി പ്രഖ്യാപനം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ റിപ്പോർട്ടറോടും PV അൻവർ പ്രതികരിച്ചത് സമാനമായ രീതിയിൽ തന്നെയാണ്. കോൺഗ്രസ് UDF നേതൃത്വത്തിന് നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നു, കത്ത് നൽകിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കണക്ക് കൂട്ടുന്നതെന്നും PV അൻവർ പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു സമ്മർദ്ദം കൂടി PV അൻവറുടെ ഭാഗത്തുണ്ട്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ നിലപാട് മാറ്റിയാലോ എന്നുള്ളൊരു ആശങ്ക കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ UDFിന് മുന്നണി പ്രവേശനം ഉറപ്പാക്കുക, BS ജോയിയുടെ സ്ഥാനാർത്ഥി തന്നെ ഉറപ്പുവരുത്തുക എന്നുള്ള രണ്ട് നിലപാടിലാണ് ഇപ്പോൾ PV അൻവറും ക്യാമ്പ് നിൽക്കുന്നത്. സുജിയ. ഓക്കെ അഷ്ക, നമുക്ക് ഇടത്തേക്കൊന്ന് പോകണം. മുബഷിഫി അക്ബർ, ഗുഡ് മോർണിംഗ്. CPIഎമ്മിന്റെ നീക്കം എന്താണ്? സ്വതന്ത്രൻ എന്നതിൽ ഉറപ്പിച്ചോ? ഗുഡ് മോർണിംഗ് സുജയ. സ്വതന്ത്രൻ എന്ന കാര്യത്തിൽ ഉറപ്പ് CPM പറയുന്നില്ല. എങ്കിലും അത്തരമൊരു പരീക്ഷണത്തിൽ CPM വീണ്ടും മുതിരുമെന്ന സാധ്യതകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ BS ജോയി വരികയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രചാരണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളും ഒരു കാരണവശാലും ഷൗക്കത്തിന്റെ തൊട്ട് പോകില്ലെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം തന്നെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക പരിപാടികൾ CPM നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മാസങ്ങളോളമായി നിലമ്പൂരിലെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തിവരികയാണ്. പലയിടങ്ങളിലും ചുവരെഴുത്തിന് വേണ്ടിയിട്ട് ചുമരുകളൊക്കെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ ചെറിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് കേവലം അൻവർ കൊണ്ടുവന്നതല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ചെറിയ റോഡുകളാണെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ PHC സെന്റർ പോലെയുള്ള ഇടങ്ങളിലെ വികസനങ്ങളാണെങ്കിലും സ്കൂളുകളിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയിൽ 2 തവണ വിജയിച്ചതിന് ശേഷം വഞ്ചിച്ചത് മൂലമുണ്ടായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കൊരു മടുപ്പുണ്ടെന്ന് CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. ആ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ടും അൻവറിന് തിരിച്ചടിയാകും. അത് മൊത്തത്തിൽ UDFിനെ ബാധിക്കുമെന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. അൻവർ പാർട്ടിയെ വഞ്ചിച്ചത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും CPM പറയുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെയും സൈനബയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി സ്വതന്ത്രനാകുമോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിക്കോ ആകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഓക്കെ, വ്യക്തമാണ്. നിലമ്പൂരിലേക്ക് എല്ലാവരും കണ്ണുറപ്പിക്കുന്നു, അവിടെ ചുവടുകൾ ഉറപ്പിക്കുന്നു. തന്ത്രങ്ങൾ പലതാണ്. അവിടെ ഏത് തന്ത്രം വിജയിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.